റീച്ച് ദി അൺറീച്ച്ഡ്. ഈഡൻ ടി വിയുടെ ശബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. നിസ്തുല്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നാം പഠിക്കുന്നത് 11ാമത്തെ പാഠമാണ്. യോശുവയുടെ പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ ഈ പുസ്തകത്തിൻ്റെ അവസാന ചാപ്റ്ററുകളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം 2025 അവസാന ദിവസങ്ങളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനിയും വളരെ ചുരുക്കം ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്ക് 2025 നമ്മുടെ കയ്യിൽ നിന്നും അത് കടന്നു പോകുവാനായിട്ട് പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ പുതിയ വർഷത്തെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ നാം തീരുമാനിക്കേണ്ടതായ നിരവധി കാര്യങ്ങളും നാം ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ ലെസൺ സ്റ്റഡിയിലൂടെ പഠിക്കുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് ചില ബോണസ് ടിപ്സുകളും തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ആദ്യം മുതൽ അവസാനം വരെ നമ്മളോട് കൂടെ ഇരിക്കാനായിട്ട് ഞാൻ നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് മനഃപ്പാഠവാക്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സദൃശവാക്യങ്ങൾ 15:1 സദൃശവാക്യങ്ങൾ 15:1. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധിക വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട തമ്പുരാനെ, ഈ സമയത്തും ഞങ്ങളെ താഴ്ത്തി ഭരമേൽപ്പിക്കുകയാണ്. അപ്പാ, തിരുവചനങ്ങളെ പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ അങ്ങ് നിറയ്ക്കണം. വചനം അങ്ങയുടേത്, പഠിക്കുന്നതായ അടിയങ്ങളും അങ്ങയുടേത്. ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണം, വഴി നടത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സദൃശവാക്യങ്ങൾ 15:1 നാം വായിച്ചു കേട്ടത്. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ദേഷ്യം എവിടെ തിരിഞ്ഞാലും എല്ലാവർക്കും ദേഷ്യമാണ്. അതിനൊരു കുഞ്ഞു കുട്ടിയാവട്ടെ, ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ദേഷ്യം തുടങ്ങുവാണ്. പിന്നെ വളരും തോറും അത് അത് പ്രായഭേദ മതഭേദമന്യേ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ദേഷ്യം എന്ന് പറയുന്നത്. ദേഷ്യം കാരണം അനവധി കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, രാഷ്ട്രങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, യുദ്ധങ്ങൾ, എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് എന്താണ്? ദേഷ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം ആയ ഒരു ഘടകം തന്നെയാണ് ദേഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സദൃശവാക്യങ്ങൾ 15:1 പറയുകയാണ്, ഏറ്റവും നല്ലൊരു പ്രതിവിധി എന്ന് പറയുന്നത് എന്താണ് ക്രോധത്തെ ശമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൃദുവായ ഉത്തരം. ദേഷ്യപ്പെടാൻ ഏറ്റവും എളുപ്പമാണ്. ദേഷ്യപ്പെടാനും സാധനങ്ങൾ വലിച്ചെറിയാനും അല്ലെങ്കിൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളിനെ വേണമെങ്കിൽ ഒരു അടി കൊടുക്കാനും ഒക്കെ വളരെ ഈസിയാണ്. പക്ഷേ ആ ദേഷ്യത്തെ അടക്കാനും ആ ദേഷ്യം വരുന്ന സമയത്ത് മൃദുവായൊരു ഉത്തരം പറയാനോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനും ഒരുപാട് നമുക്ക് എന്ത് വേണം? ശക്തി വേണം, പവർ വേണം, സ്ട്രെങ്ത് വേണം. സോ ദേഷ്യപ്പെടുന്നതിന് വളരെ കുറച്ച് സ്ട്രെങ്ത് മതിയാവും. പക്ഷേ ആ ദേഷ്യം അടക്കാൻ, ക്ഷമിക്കാൻ ഒരുപാട് എനർജി ആവശ്യമായിട്ട് വരും. സോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് അബ്രഹാം ലിങ്കൻ. എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് അബ്രഹാം ലിങ്കൻ. അദ്ദേഹത്തിന് ഒരു നല്ലൊരു ശീലം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഹോട്ട് ലെറ്റർ അപ്രോച്ച് അല്ലെങ്കിൽ ഹോട്ട് ലെറ്റർ ടെക്നിക്. അതായത് അദ്ദേഹത്തിന് അമിതമായ ദേഷ്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ? ഒരു ലെറ്റർ എഴുതും. അതായത് 1863 നടന്നൊരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ജനറൽ തൻ്റെ ബുദ്ധിമോശം കാരണം അവരുടെ എനിമീസിനെ അല്ലെങ്കിൽ ശത്രുക്കളെ അവിടെ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു അത് കാരണമായി തീരുകയും അതോടൊപ്പം സിവിൽ വാർ ഒരുപാട് നാൾ അത് ഡിലേ ആയത് കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയായി തീർന്നപ്പോൾ അബ്രഹാം ലിങ്കന് അമിതമായ ഒരു കോപം ആ വ്യക്തിയോടുണ്ടാകുകയും അദ്ദേഹം തൻ്റെ ചേംബറിൽ വന്നിട്ട് ഒരു ലെറ്റർ എഴുതുകയാണ്. അദ്ദേഹത്തിന് എന്തൊക്കെ എഴുതാൻ പറ്റും, എത്ര കഠിന വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അദ്ദേഹം ഒരു കത്ത് എഴുതുകയും അതെന്ത് ചെയ്തു? സീൽ ചെയ്ത് തൻ്റെ ഡ്രോയറിനകത്ത് വെക്കുകയും തിരിച്ച് താൻ മടങ്ങുകയും ചെയ്തു. ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്യാണ്? അവിടേക്ക് വന്നിട്ടില്ല, ലെറ്റർ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് ആ ലെറ്റർ വീണ്ടും നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് താൻ എത്ര കോപാകുലമായിട്ട് എന്തോ മോശപ്പെട്ട ലാംഗ്വേജിലാണ് ആ ലെറ്റർ എഴുതിയതെന്നും. പക്ഷെ അദ്ദേഹം അതൊരിക്കലും പോസ്റ്റ് ചെയ്തിട്ടില്ല. സോ അതാണ് ഹോട്ട് ലെറ്റർ ടെക്നിക് എന്ന് പറയുന്നത്. എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും അതൊക്കെ എഴുതും, പക്ഷെ എന്ത് ചെയ്യത്തില്ല? നെവർ സൈൻഡ് നെവർ സെൻഡ്. ഒരിക്കലും അത് സൈൻ ചെയ്ത് സീൽ ചെയ്ത്
അതൊരിക്കലും ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കാറില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇതുപോലെയുള്ള ലെറ്റേഴ്സൊക്കെ കണ്ടെടുക്കപ്പെട്ടതായിട്ട് നമുക്ക് ചരിത്രത്തിലൂടെ വായിക്കാൻ ഇടയാകും. സോ നമ്മുടെ കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുപോലുള്ള നിരവധി ടെക്നിക്കുകളെ കുറിച്ച് നമ്മൾ തുടർന്നും ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ ആഴ്ചത്തെ പാഠം നമ്മൾ പഠിക്കുന്നത് യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ്. നമുക്കറിയാം 22-ാമത്തെ അധ്യായത്തിൽ ഏകദേശം ഒരുപാട് വർഷത്തെ യുദ്ധത്തിന് ശേഷം കനാൻ ദേശത്തെ അവരെന്ത് ചെയ്യാണ്, കീഴടക്കുകയാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തെ അവർ കീഴടക്കുന്ന സമയം എന്താണ്? 2.5 ഗോത്രം, അതായത് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് അവിടെ വായിക്കുന്നുണ്ട്, റൂബേൻ ഗോത്രം, ഗാദ് ഗോത്രം, മനാശെ ഗോത്രത്തിൻ്റെ പകുതി ഗോത്രം, അതായത് പകുതി ആ ഗോത്രത്തിൽ നിന്നും പകുതി പേര് എവിടെയാണ് അവർ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ യോർദാൻ്റെ കിഴക്ക്, അതായത് യോർദാൻ കടക്കുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാം മോശെ ഇവരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഏകദേശം 40 ദിവസമായപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അവരെവിടെ എത്തിയായിരുന്നു? കനാൻ ദേശത്തിനടുക്കെ എത്തി. പക്ഷേ എന്ത് ചെയ്തു? ജനത്തിൻ്റെ അവിശ്വാസം കാരണം അവിടെ അയച്ച സ്പൈസ് അല്ലെ, ആ ഒറ്റുകാർ വന്ന് പറഞ്ഞ ആ വാക്കുകൾ നിമിത്തം, ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് നിമിത്തം കാലേബും ജോഷുവയും മാത്രം അവിടെ എന്താണ് ദൈവത്തിന് മഹത്വം കൊടുത്ത് നല്ല റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ ബാക്കി 10 പേരും അല്ലെ ആ ദേശക്കാരെ കുറിച്ചും എന്താണ് ഈ ഇസ്രായേൽ ജനം വെറും എന്താണ് വിട്ടിലുകൾ പോലെയാണ്, അവരൊക്കെ ഭയങ്കര മല്ലന്മാരാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തി അവർ തുച്ഛീകരിച്ചത് കാരണം 40 വർഷം വീണ്ടും ചുറ്റി നടക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഈ 2.5 ഗോത്രം മോശയോട് അനുവാദം ചോദിച്ചു. അവർക്ക് ഈ എന്താണ് ആ ഗിലെയാദ് ദേശം അല്ലെങ്കിൽ യോർദാൻ്റെ കിഴക്കേ ദേശം അവർക്ക് വേണം എന്നവരപ്പോഴേ മോശയോട് ചോദിച്ചിരുന്നു. പക്ഷേ അതൊരു ശരിയായ തീരുമാനമായിരുന്നോ എന്ന് നമുക്ക് ശരിക്കും ചിലപ്പോൾ അത് തെറ്റായിരുന്നോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. സോ ഈ 2.5 ഗോത്രം എന്ത് ചെയ്യാണ്? യോശുവ അവിടെ ഒരു പ്രോമിസ് വാങ്ങിക്കുന്നുണ്ട്. വീണ്ടും അവർ ഈ പരിസരത്ത് തിരിച്ചെത്തുമ്പോൾ ഈ ഗോത്രം എന്ത് ചെയ്യാണ്? അവർക്ക് അവകാശമായിട്ട് മോശെ കൊടുക്കാമെന്ന് തീരുമാനിച്ച സ്ഥലം അവർ അവകാശമായി ചോദിക്കുമ്പോൾ യോശുവ അവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മോശെ തന്നെ വിചാരിച്ചു ഇവർക്ക് ചിലപ്പോൾ ഭയം കാണും, കനാന്യരോട് പോരാടാൻ ഇവർക്ക് ചിലപ്പം ഭയമുള്ളത് കൊണ്ടാണോ ഇവർ യോർദാൻ കടന്നു വരാൻ ആഗ്രഹിക്കാത്തത് എന്ന് കരുതി. പക്ഷെ അപ്പോൾ അവിടെ റൂബേൻ ഗോത്രവും ഗാദ് ഗോത്രവും ഒക്കെ അവർ മുമ്പോട്ട് വന്ന് പറയാണ്, ഇല്ല ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തീർച്ചയായിട്ടും സഹോദരന്മാരോട് കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് യോശുവയുടെ പുസ്തകം 4:13 വായിക്കും. നമുക്കറിയാം അവരാണ് ശരിക്കും യുദ്ധസന്നദ്ധരായിട്ട് ഏറ്റവും മുൻപിൽ യോദ്ധാക്കളായിട്ട് മുന്നിൽ വന്ന് ഈ എന്താണ് കനാന്യരോട് യുദ്ധം ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ യുദ്ധം കഴിഞ്ഞ് അവർ വീണ്ടും യോർദാൻ കടന്ന് അവർക്ക് ദൈവത്തോട് വാഗ്ദത്തം ചെയ്ത് അല്ലെങ്കിൽ ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ദേശത്ത് അവർ തിരിച്ച് വരുമ്പോൾ അവരിവിടെ ഒരു ചെറിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഒരു യാഗപീഠം, അതും യഥാർത്ഥ ഒരു നമ്മുടെ എന്താണ് സമാഗമന കൂടാരത്തിലുള്ള ആ യാഗപീഠത്തെക്കാളും കുറച്ച് വലിയ യാഗപീഠം അവരവിടെ പണിയുന്നതും അതിനെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ ഇസ്രായേൽ സമൂഹത്തിലുടനീളം ഒരു വലിയൊരു തെറ്റിദ്ധാരണയ്ക്കും വലിയൊരു പിരിമുറുക്കത്തിനും ഇടയായി തീർന്ന ഒരു സംഭവത്തെക്കുറിച്ചും ആ സംഭവത്തെ എങ്ങനെയാണ് ഈ ഗോത്രങ്ങൾ നേരിട്ടതെന്നതിനെക്കുറിച്ചും നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ തുടർന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു നീതിയും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, കുറ്റങ്ങൾ, കുറ്റാരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. കാരണം യെശയ്യാവ് 11:3 പറയുന്നു, യഹോവ എങ്ങനെയാണ്? കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുന്നില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുന്നതുമില്ല, അവ നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുന്ന ഒരു യഹോവയായ ദൈവമാണ്. സോ ആ ദൈവത്തിൻ്റെ നീതി നമുക്ക് ഈ ചാപ്റ്ററിലുടനീളം കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് നമ്മുടെ ഐക്യതയാണ്. ഇസ്രായേൽ എപ്പോഴും ആ ഐക്യതയോടെ, വിശ്വസ്തയോടെ, ആ സമർപ്പണത്തോടെ ജീവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് തുടർന്ന് പഠിക്കാം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ദൈവം നമ്മളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് തുടർന്ന് പഠിക്കാം. 11ാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഭൂമിയിൽ ജീവിക്കുന്നു. ഞായറാഴ്ചത്തെ ഭാഗം നമ്മൾ കടന്നു വരുമ്പോൾ പ്രതിബദ്ധത.
പ്രതിബദ്ധത, അല്ലെങ്കിൽ നമുക്കിവിടെ യോശുവയുടെ വിടവാങ്ങൽ പ്രസംഗത്തെക്കുറിച്ച് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് പറയുന്നത് യോശുവയുടെ, നമുക്കറിയാം 22-ാമത്തെ അധ്യായമാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്. യോശുവയുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഞായറാഴ്ചത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ യോശുവയുടെ വിടവാങ്ങൽ പ്രസംഗത്തെ, അല്ലെങ്കിൽ ഈ 2.5 ഗോത്രം, അതായത് റൂബേൻ, ഗാദ്, മനശ്ശയുടെ പകുതി ഗോത്രം, ഇവരെന്ത് ചെയ്യാണ്, യുദ്ധമൊക്കെ ചെയ്ത് 6-7 വർഷമായിട്ട് അല്ലെ ഇവരിവിടെ യുദ്ധത്തിലായിരുന്നു. നമ്മൾ ഓർക്കണം, അവർ പ്രോമിസ് ചെയ്തതുപോലെ എന്ത് ചെയ്യും, സഹോദരന്മാർക്ക് വേണ്ടി അവരെന്ത് ചെയ്യും, ഒപ്പം നിന്ന് യുദ്ധം ചെയ്യും. പ്രത്യേകിച്ച് മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുമെന്ന് അവർ പറഞ്ഞതുപോലെ അവരവിടെ എന്ത് ചെയ്യാണ്, പ്രവർത്തിക്കുകയാണ്. അത് യോശുവയുടെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നു. കാരണം എന്ത് ചെയ്യാണ്, ഈ യോർദാന്റെ മറുവശത്തുള്ള ഗോത്രങ്ങൾ മോശയെയും അല്ലെങ്കിൽ താനും നിർദ്ദേശിച്ച കടമകൾ പൂർണ്ണമായും നിറവേറ്റിയെന്ന് യോശുവ ഇവിടെ പ്രസ്താവിക്കുകയാണ്. 22-ന്റെ 1 മുതൽ 8 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സോ നമ്മളൊന്ന് ഓർക്കണേ, 6-7 വർഷമായിട്ട് ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും യോർദാന്റെ ഇക്കരെ കിഴക്കേ ദേശത്ത് അവർ തനിച്ചായിരുന്നു. ഈ യോർദാൻ കടന്ന് ഈ മറ്റ് 10.5 ഗോത്രത്തോടൊപ്പം ഈ യോർദാൻ കടന്ന് കനാൻ ദേശത്തിലേക്ക് കടന്ന ഏകദേശം 40,000 പേരാണ്. അതായത് നമ്മൾ യോശുവയുടെ പുസ്തകം 4:13 വായിക്കുമ്പോൾ ഏകദേശം 40,000 പേരാണ് ഈ 2.5 ഗോത്രത്തിന്റെ ഭാഗമായിട്ട് റിപ്രസെന്റ് ചെയ്തുകൊണ്ട് യുദ്ധത്തിനായിട്ട് കടന്നു ചെന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 40,000 പുരുഷന്മാർക്ക് അപ്പം എത്ര കുടുംബം ഉണ്ടായിരുന്നിരിക്കാം, എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അവരെയൊക്കെ യോർദാന്റെ ഇക്കരെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അവരെ അവിടെ ആക്കിയിട്ടാണ് ഈ ജനം ഈ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അവർ പുറപ്പെട്ടു പോകുന്നത്. അവർ പുറപ്പെട്ടു പോയി യുദ്ധം ചെയ്ത ശേഷം വലിയ സമ്പത്തോടും കൂടെയാണ് യോശുവ ഇവരെ തിരിച്ച് പറഞ്ഞു വിടുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഫെയർവെൽ പ്രസംഗം, വിടവാങ്ങൽ പ്രസംഗം എന്ന് അവിടെ പറയുന്നത്. കാരണം യോശുവ കരുതിയിട്ടുണ്ടാകാം, ഇനി ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഇനി കാണുമോ കാണില്ലയോ എന്നുള്ളൊരു മനോവികാരം ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം. 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിനെ 5 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്തൊക്കെയാണ്, സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിലും നടന്ന് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയായിരിപ്പിൻ എന്ന് യോശുവ ഇവിടെ ഈ ജനത്തോട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അവരെ അയക്കുന്നതിന് മുൻപ് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് യോശുവ ഇവരോട് പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വാക്യത്തിലൂടെ ആ തോറ കംപ്ലീറ്റ് അവിടെ എന്ത് ചെയ്യാണ്, അതിനെ വളരെ സംക്ഷിപ്ത രൂപത്തിൽ യോശുവ അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത് നമുക്ക് 5 ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാൻ. സോ ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്നതാണ് സ്നേഹം. സ്നേഹമില്ല എങ്കിൽ പിന്നെ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ഇത് ശരിക്കും അവർക്ക് മാത്രം കൊടുത്ത ഒരു കൽപ്പന അല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ, അതായത് ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമാണ് ദൈവവും സഭയും തമ്മിലുള്ള ഒരു ബന്ധം. ഏറ്റവും വിശ്വസ്തനായ ഭർത്താവും ഏറ്റവും അവിശ്വസ്തയായ ഭാര്യ, അതാണ് സഭ എന്ന് പറയുന്നത്. എപ്പോഴും അവിശ്വസ്തത കാണിക്കുന്ന ഒരു ഭാര്യ. അതുകൊണ്ടാണ് ഹോശേയാവിനോട് എന്താണ് പറഞ്ഞത്, ഒരു വേശ്യാസ്ത്രീയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതോടൊപ്പം സഭയ്ക്ക് ദൈവത്തിന് പറയാനുള്ള വലിയൊരു സന്ദേശമായിരുന്നു അത്. എപ്പോഴും എന്താണ്, അവിശ്വസ്തത കാണിക്കുന്ന, ഐക്യതയില്ലാത്ത, എപ്പോഴും പെറുപെറുക്കുന്ന ഒരു ഭാര്യയാണ് ഇവിടെ സഭയായിട്ട് നമ്മൾ കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ, ഇതിനനുസരിച്ച് നാം ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അവലോകനം ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാൻ, അതായത് നമ്മെ ദൈവത്തിലേക്ക് നയിക്കേണ്ട തത്വം എന്ന് പറയുന്നത് സ്നേഹമാണ്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതിനാൽ നാം അവനെ സ്നേഹിക്കും. അപ്പം നമ്മെ ആദ്യം സ്നേഹിച്ചത് ദൈവമാണ്. 1 യോഹന്നാൻ 4:19 അങ്ങനെ പറഞ്ഞിട്ട്. 2-ാമത്തെ കാര്യം എന്നത് അവനെ അനുസരിച്ച് നടക്കുക, അവനെ അനുസരിച്ച് നടക്കുക. കാരണം യോശുവ കഴിഞ്ഞ അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. യോശുവയ്ക്ക് ശേഷം ദൈവം എന്തുകൊണ്ടാണ് ന്യായാധിപന്മാരെ തെരഞ്ഞെടുക്കാൻ ഇടയായത് എന്ന് വെച്ചാൽ ഈ ജനത്തിന്റെ അവിശ്വസ്തത, അനുസരണക്കേട് കാരണം യഹോവ എന്ത് ചെയ്തു, ഇവരെ പല പ്രാവശ്യം മറ്റ് ഇതര രാജാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും
അല്ലെ, മോവാബ് രാജാവ്, ഇങ്ങനെ പല രാജാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ഇവരെ എന്ത് ചെയ്യാണ്, ഇവരെ വീണ്ടും ദൈവം പഠിപ്പിക്കുകയും ഇവരുടെ കരച്ചിലും കണ്ണുനീരും കാണുമ്പോൾ ഒരു ന്യായാധിപൻ എഴുന്നേൽക്കുകയും പിന്നെ ആ ന്യായാധിപൻ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ഇവർക്ക് വീണ്ടും സ്വാതന്ത്ര്യം കൊടുക്കുകയും വീണ്ടും ഇവരെന്ത് ചെയ്യുന്നു, അവിശ്വസ്തത കാണിക്കുന്നു. വീണ്ടും ഇങ്ങനെ പല പ്രാവശ്യം ദൈവം ഇവർക്ക് അവസരം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇത് നേരത്തെ തന്നെ അറിഞ്ഞിട്ടാണ് യോശുവ ഇവിടെ പറയുകയാണ്, നിങ്ങൾ എങ്ങനെ നടക്കണം, അവനെ അനുസരിച്ച് നടക്കണം. ദൈവത്തോടൊപ്പം നടക്കാൻ തീരുമാനിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം യോശുവ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ദൈവത്തോടൊപ്പം നമ്മൾ നടക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അർത്ഥം? നാം ദൈവത്തെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞത് അവൻ്റെ കൽപ്പനകൾ പാലിക്കണം. അപ്പൊ ആ തോറ ശരിക്കും അവിടെ സംക്ഷിപ്ത രൂപത്തിലാക്കി ഇവിടെ യോശുവ പറയുകയാണ്, ദൈവം ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നന്ദിയുള്ള ഹൃദയത്തിന്റെ ഒരു സ്വാഭാവിക ഒരു ഫലം ആണ് അനുസരണം. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തോടൊപ്പം നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഉളവാകേണ്ട ഒരു ഫലമാണ് അനുസരണം എന്ന് പറയുന്നത്. നാലാമതായിട്ട് അവനെ മുറുകെ പിടിക്കാനാണ് അവിടെ പറഞ്ഞത്. ക്ലിങ്, ഹോൾഡ് ഫാസ്റ്റ് ടു ഹെം എന്നാണ് പറയുന്നത്. ഹോൾഡ് ഫാസ്റ്റ് ടു ഹെം. മറിയ എങ്ങനെ, മഗ്ദലനക്കാരത്തി മറിയ എങ്ങനെയാണോ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യണം, ഓടിച്ചെന്ന് അവള് യേശുവിനെ ഇങ്ങനെ ക്ലങ് എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത്. അത്ര ഒരു അങ്ങനെ മുറുകെ പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ മുറുകെ പിടിച്ച് നടക്കണം എന്ന് യോശുവ ഈ 2.5 ഗോത്രങ്ങളോട് പറയുകയാണ്. ആ ബന്ധത്തെ തകർക്കാൻ ഒരു ശ്രദ്ധാ ശൈഥില്യത്തെയും അനുവദിക്കാതെ നാം ദൈവത്തോട് പറ്റി നിൽക്കണം. ഒരു ശക്തിക്കും അതിൽ നിന്ന് നമ്മളെ വേർതിരിക്കാനായിട്ട് സാധിക്കയില്ല. അടുത്ത 5-മതായിട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവനെ സേവിക്കാൻ. സോ അവസാനത്തെയാണ് സർവീസ് നത്തിങ് ബട്ട് വർഷിപ്പ്. ഫറവോനോട് എന്താണ് അനുവാദം ചോദിച്ചത്? എൻ്റെ ജനത്തെ വിടണം, നീ എൻ്റെ ജനത്തെ വിടുക. ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പോകണം, മരുഭൂമിയിൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോണ്, ആരാധന കഴിക്കാൻ പോവുകയാണ്. സോ അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ദൈവം അവിടെ നൽകുകയാണ്. സോ ആരാധിക്കുക, ദൈവത്തെ മാത്രം ആരാധിക്കുന്നതിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ യോശുവയുടെ വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഇവിടെ ഐക്യത്തിൻ്റെ ആ ഒരു പ്രാധാന്യം, ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോകുന്നു എങ്കിലും യോർദാൻ ഒരിക്കലും അതൊരു തടസ്സമായി നിൽക്കാതെ വണ്ണം നിങ്ങളും ഞങ്ങളും വേറെ അല്ല, അല്ലെ, നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവും, നമ്മൾ ഒരു ജനമാണ് എന്നതാണ് യോശുവ ഈ വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. സോ നമുക്ക് പിന്നീടും അവരുടെ വിശ്വസ്തത ശരിക്കും അത് നിലനിന്നിട്ടുണ്ടോ, അവർ തമ്മിൽ എന്തെങ്കിലും വിഘടനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട്. സോ ഇതെല്ലാം നമുക്ക് പൗലോസും നമുക്ക് പല രീതിയിൽ ക്രിസ്ത്യാനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ വേർപാട്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നും നമ്മൾ വേർപെട്ട് പോകാതിരിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാനായിട്ട് ചില വചനങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ പ്രതിബദ്ധത എഫേസ്യർ 6:7 പറയുന്നു, മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിക്കുവിൻ. കൊലോസ്യർ 3:23 പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. 1 തെസ്സലോനിയൻസ് 2:4 പറയുന്നു, നിങ്ങൾ മനുഷ്യരെ അല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. സോ ഇവിടെ എല്ലാം പറയുന്നതാണ് മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഈ സേവനമൊക്കെ ചെയ്തത് എന്താണ്? മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ടാണ് എന്നിവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പഠിപ്പിക്കുകയാണ്. സോ ഇതിൻ്റെ അവസാനം നമുക്കിവിടെ കാണാം, അവിടെ നിന്നും പിരിഞ്ഞു പോകുന്ന ഗോത്രങ്ങളോട് കർത്താവിനോട് വിശ്വസ്തത പുലർത്താൻ യോശുവ അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം അവരെ അനുഗ്രഹിക്കുന്നു. നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, അല്ലെ, ഈ സമൂഹത്തെ അല്ലെങ്കിൽ ഈ 2.5 ഗോത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വന്തം കുടുംബങ്ങളെ അവിടെ എന്ത് ചെയ്യാണ്, അവിടെ വിട്ടേച്ച് സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവർ പുറപ്പെട്ടു വന്നു. ഒരു പക്ഷെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അത് അവരെണ്ണാതെ എന്ത് ചെയ്യാണ്, ദൈവകൽപ്പനയെ മാനിച്ചുകൊണ്ടാണ് അവർ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവർ പുറപ്പെട്ടു വന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. സോ നമ്മുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സഹജീവികൾ, നമ്മുടെ സഭാ അംഗങ്ങളോടുകൂടെ നമ്മൾ എത്രത്തോളം വിശ്വസ്തത കാണിക്കുന്നു, അവർക്ക് വേണ്ടി എത്ര
എത്രമാത്രം നമ്മൾ സഹായിക്കുന്നു. അവരുടെ കണ്ണുനീര് കാണുമ്പോൾ നമുക്ക് കണ്ണുനീര് വരുന്നുണ്ടോ? അവരുടെ ദുഃഖം കാണുമ്പോൾ എനിക്ക് ദുഃഖം വരുന്നുണ്ടോ? അതോ അവർക്ക് ദുഃഖം വരുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സോ ഈ പ്രതിബദ്ധത യോശുവ ഈ ജനത്തിന് ഏൽപ്പിച്ചതിനോടൊപ്പം തന്നെ നമ്മൾക്കും ഈ പ്രതിബദ്ധതയുണ്ട്. നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിക്കുവാൻ, അവർക്ക് ഒരു കരുതൽ നൽകാൻ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. നാവും അങ്ങനെ ആയിത്തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ആരോപണങ്ങൾ. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ആരോപണങ്ങൾ നാം ചിലപ്പോൾ അഭിമുഖിക്കേണ്ടി വന്നിരിക്കാം, ഇപ്പോഴും അഭിമുഖിച്ചു കൊണ്ടിരിക്കാം. ഈ സമയം എന്ന് പറയുന്നത് ഇതിന് വളരെ പ്രസക്തിയുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ചൊരു ഇലക്ഷനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലോറി നമുക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ആരോപണങ്ങളുടെ ശരവർഷം നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആയിരിക്കില്ല ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത്. മാങ്ങയുള്ള മാവിലാണ് കല്ലെറിയുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് പലപ്പോഴും ഈ ആരോപണങ്ങൾ നമ്മുടെ സമാധാനത്തെ കെടുക്കുവാൻ നാം അനുവദിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ആരോപണങ്ങൾ അത് വന്നോട്ടെ, ആരോപണങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും അല്ലേ. നമുക്ക് എപ്പോഴും മിത്രങ്ങൾ മാത്രമല്ല ശത്രുക്കളും കാണും അല്ലേ. യേശുക്രിസ്തുവിന് പോലും ശത്രുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് എത്രമാത്രം ശത്രുതകൾ അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇവിടെ യോശുവയുടെ പുസ്തകം 22:9 മുതൽ 20 വരെയുള്ള ഭാഗമാണ് ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ 2.5 ഗോത്രം യോശുവ എന്ത് ചെയ്യാണ്? അവരെ അനുഗ്രഹിച്ച് അവരെ പറഞ്ഞയക്കുകയാണ്. ഈ 2.5 ഗോത്രം അവരെ തിരിച്ച് യോർദാൻ കടന്ന് അവർ തിരിച്ച് അവരുടെ സ്വന്തം കുടുംബങ്ങളോടുകൂടെ ചേരുമ്പോൾ പ്രത്യേകിച്ച് യോശുവ ധാരാളം സമ്പത്തോടുകൂടെ അവരെ അയക്കുമ്പോഴും യോശുവയുടെ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കാൻ പാടില്ല, ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അവിടെ ആ ഒരു ഷെയറിങ് ആൻഡ് കെയറിങ് അവിടെ വളരെ ഭംഗിയായിട്ട് യോശുവ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അവസരത്തിലും നമുക്ക് ഏറ്റവും പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കാൻ പറ്റിയൊരു അവസരമാണ് എനിക്ക് തോന്നുന്നു ഈ ഡിസംബർ ജനുവരി കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് അത്രയും നമ്മൾ ഈ തന്നിരിക്കുന്ന സമയം ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് ദൈവത്തിൻ്റെ സുവിശേഷം എത്തിക്കുവാൻ പറ്റിയ സമയമാണ്. നമുക്കുള്ളത് നമ്മൾ ഷെയർ ചെയ്യുക. സോ ദൈവത്തിൻ്റെ സഭ നിലനിൽക്കുന്നത് തന്നെ ഇങ്ങനെയുള്ളൊരു ഷെയറിങ്ങിലാണ്. ദൈവം നമ്മളെ പഠിപ്പിച്ച ഒരു അത്ഭുതകരമായ ഒരു തത്വമാണ് ഷെയർ ചെയ്യുക എന്നുള്ളത്. സോ ഇവിടെ അവരെന്ത് ചെയ്യാണ്? തിരിച്ച് മടങ്ങി വരുന്നു, സമ്പത്തൊക്കെ ഷെയർ ചെയ്യുന്നു. അതോടൊപ്പം അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് യോശുവ 22:10-28 നമ്മൾ നോക്കുമ്പോൾ യോശുവ അത്ഭുതകരമായി യോർദാൻ മുറിച്ചു കടന്നതിൻ്റെ സ്മാരകമായിട്ട് അല്ലെങ്കിൽ ഇവരവിടെ ചെന്നിട്ട് ഒരു വലിയൊരു യാഗപീഠം പണിയുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഒരു യാഗപീഠം പണിഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ശരിക്കും അവർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. കാരണം അവർ ചെയ്യുന്ന ഈ സ്മാരകം എന്ന് പറയുന്നത് യോശുവ, എനിക്ക് തോന്നുന്നു നമ്മൾ യോശുവയുടെ 22:10-28 വായിക്കുമ്പോൾ യോശുവ നേരത്തെ തന്നെ എന്ത് ചെയ്തു? ഇവരാ യോർദാൻ നദി കടന്ന് കനാൻ ദേശത്തേക്ക് വരുന്ന സമയത്ത് ഒരു വലിയൊരു അത്ഭുതമാണ് നടക്കുന്നത്. യോർദാൻ നദി എന്താണ് അത് വളരെ കരകടന്ന് ഒഴുകുന്ന ഒരു സമയമാണ്. പക്ഷെ അതിനെ 2ആയി വിഭജിച്ചു. ആ പുരോഹിതന്മാരുടെ ആ യോർദാൻ നദിയുടെ നടുവിൽ നിന്നപ്പോൾ, പെട്ടകവുമായിട്ട് അവരവിടെ നിന്നപ്പോൾ യോർദാൻ നദി 2ആയി വിഭജിക്കുകയും ജനം മുഴുവൻ ആ യോർദാൻ നദി കടന്ന് ഇക്കരെ എത്തുകയും ആ പുരോഹിതന്മാരുടെ കാൽപാദം ആ കനാൻ തീരത്ത് തൊടുമ്പോൾ വീണ്ടും ആ യോർദാൻ നദി ഒരുമിക്കുകയും ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ യോശുവ അവരോട് 12 കല്ലുകൾ എടുത്ത് അവിടെ എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? അവിടെ ഒരു സ്മാരകം ഉണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട്. എന്തിനായിരുന്നു ആ സ്മാരകം? നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ യഹോവ ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനൊരു അവസരമായിട്ട് ഒരു സ്മാരകം അവിടെ ഉണ്ടാക്കുകയായിരുന്നു. ഈ സ്മാരകത്തിനോട്, അത് ഗിൽഗാലിലാണ് ആ സ്മാരകം ഉണ്ടാക്കുന്നത്. ഈ ഗിൽഗാലിന് കുറച്ചടുത്ത് തന്നെയാണ് ഇവരെന്ത് ചെയ്യാണ്? വീണ്ടും വലിയൊരു ഒരു ബലിപീഠം ഉണ്ടാക്കുന്നതായിട്ട് നമുക്കവിടെ കാണാം. ഈ വസ്തുത അറിയുന്ന ഈ 9.5 ഗോത്രം
പടിഞ്ഞാറ് ഭാഗത്ത് കനാൻ ദേശം കൈവശമാക്കിയ 9.5 ഗോത്രം. അവിടെ പല പ്രാവശ്യം ഇവിടെ ഇസ്രായേലിൻ്റെ മുഴുവൻ സഭയും എന്ന് ഈ 9.5 ഗോത്രത്തിനെ ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ തന്നെ ഒരു വേർപിരിവിൻ്റെ ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ 2.5 ഗോത്രത്തെ ഇവർ ഉൾപ്പെടുത്താതെ അവരെ ശത്രുക്കളായിട്ട് കാണുകയും ഇവരവിടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതെന്താണ്? ദോഷകരമായ ഒരു പ്രവൃത്തിയാണ്. അത് ഈ ഇസ്രായേൽ സമൂഹത്തെ അല്ലെങ്കിൽ സഭയെ മൊത്തത്തിലും ശാപത്തിന് ഇടയാക്കും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും വലിയ ഒരു ശിക്ഷാവിധിക്ക് ഇടയാകും എന്ന് അവരെന്ത് ചെയ്യണം? തെറ്റിദ്ധരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ പക്ഷേ അവരെന്ത് ചെയ്യണം? ജനത്തിൽ കുറച്ച് പേര് ഈ സ്വന്തം സഹോദരന്മാരെ, അവരുടെ കുടുംബങ്ങളെ ഉപേക്ഷിച്ച് തൻ്റെ ജീവനെ പോലും വില വയ്ക്കാതെ ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഈ ഗോത്രങ്ങളെ, അല്ലെങ്കിൽ ഈ 2.5 ഗോത്രങ്ങളെ യുദ്ധം ചെയ്ത് അവരെ കൊന്നുകളയാൻ വരെ തുനിയുന്ന 9.5 ഗോത്രത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ പക്ഷേ ദൈവം അതിന് അനുവദിച്ചില്ല. അങ്ങനെ വലിയ അനിവാര്യമായ ഒരു യുദ്ധത്തെ ദൈവം അവിടെ എന്ത് ചെയ്യാണ്? മറ്റു ചില ആൾക്കാർ എഴുന്നേറ്റ് പറയാണ്, നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ വാദം കേൾക്കാം, അല്ലെങ്കിൽ തെളിവ് വേണമല്ലോ, നമ്മൾ വെറുതെ അവരോട് യുദ്ധം ചെയ്യാതെ എന്താണ് സംഭവം എന്ന് ചോദിച്ചറിയാനായിട്ട് അവരവിടെ തീരുമാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു എൻക്വയറി കമ്മിറ്റിയെ അവിടെ രൂപീകരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. എല്ലാ തെളിവുകളും ഇല്ലാതെ വിധിക്കരുതെന്ന് തീരുമാനിച്ച ആളുകളെ അവൻ എഴുന്നേൽപ്പിച്ചു. ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. അവർ സംശയത്തിന്റെ ആനുകൂല്യം നൽകി തങ്ങളുടെ സഹോദരന്മാർക്ക് സ്വയം വിശദീകരിക്കാൻ ഒരു അവസരം നൽകാൻ അവിടെ തീരുമാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 22-13 മുതൽ 14 വരെ വായിക്കുമ്പോൾ അവരെന്ത് ചെയ്യാണ്? ഒരു എൻക്വയറി കമ്മിറ്റി. അതിൽ ആരാണ്? ഫിനഹാസ്, അതായത് അഹരോന്റെ മകനായ എലിയാസറിന്റെ മകനാണ് ഫിനഹാസ്. ഫിനഹാസിനെ അവിടെ എന്ത് ചെയ്യാണ്? ചീഫ് എൻക്വയറി കമ്മിറ്റിയുടെ ചീഫായിട്ട് ഒരു പുരോഹിതനെ തന്നെ അവരവിടെ തിരഞ്ഞെടുക്കുന്നതായിട്ട്, അതായത് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം അവർ ഒരു കമ്മിറ്റി ഫോം ചെയ്ത് തൻ്റെ സഹോദരങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. സോ നമ്മുടെ സഭകളിലും കുടുംബങ്ങളിലും നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു വലിയൊരു തത്വമാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? കേൾക്കാൻ ഒരു കാത്. നമ്മുടെ പാർട്ട്ണറിനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായാൽ അവർക്ക് പറയാൻ, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം? അവർക്കൊരു ഒരു സമയം അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ കുറച്ച് വചനങ്ങൾ നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ലൂക്കോസ് 6:37 നമ്മൾ വായിക്കുമ്പോൾ, വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല, ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല, വിടുവിൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും. ദൈവം അതിനോടൊപ്പം അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വിധിക്കാതെ അവരെ വിടുമ്പോൾ ദൈവം വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി വച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ വചനത്തിലൂടെ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ 7:24 പറയുകയാണ്, കാഴ്ച പ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിക്കുവിൻ. നാം ഇൻട്രൊഡക്ഷനിൽ കണ്ടതുപോലെ യെശയ്യാവ് 11:3 പറയുകയാണ്, ദൈവം എങ്ങനെയാണ്? യഹോവ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായം വിധിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ്? ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുന്നില്ല, പക്ഷേ ദൈവം നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുന്നു എന്ന് നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ കണ്ണ് കള്ളം പറഞ്ഞേക്കാം, ചിലപ്പോൾ നമ്മുടെ ചെവി കള്ളം കേട്ടേക്കാം, പക്ഷേ അങ്ങനെയല്ല നമ്മൾ ന്യായം വിധിക്കേണ്ടത്. നാം ഏത് അളവുകോല് കൊണ്ടാണോ മറ്റൊരുത്തനെ വിധിക്കുന്നത്, അതേ അളവുകോല് കൊണ്ട് തന്നെ നമ്മെയും വിധിക്കും എന്ന് നമ്മൾ ഓർത്തിട്ട് മാത്രമേ നമ്മുടെ സഹോദരങ്ങളെ വിധിക്കാനായിട്ട് പാടുകയുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷാവിധി ഉറപ്പായിട്ടും ഉണ്ടാകാം. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഭൂതകാലത്താൽ വേട്ടയാടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഭൂതകാലം നമുക്ക് വലിയൊരു സംഘർഷം അല്ലെങ്കിൽ വേട്ടയാടപ്പെടാൻ വളരെയധികം അവസരങ്ങൾ തരുന്നതായിട്ട് നമുക്ക് കാണാം. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്
തുറന്ന് സംസാരിക്കും, ചില വെളിപ്പെടുത്തലുകളൊക്കെ ചെയ്യും. പക്ഷെ പിന്നീട് അത് ജീവിതത്തിൽ വലിയൊരു വജ്രായുധമായിട്ട് അത് അവർ എന്ത് ചെയ്യും? ഈ ഭൂതകാലം കൊണ്ട് നമ്മൾ വേട്ടയാടപ്പെടുകയും പലപ്പോഴും ആ കാര്യങ്ങൾ പറഞ്ഞ് തർക്കങ്ങൾക്കും ആരോപണങ്ങൾക്കൊക്കെ വിധേയരാകാറുണ്ട്. അങ്ങനെയുള്ള പല കപ്പിൾസും കൗൺസിലിങ്ങിന് വരാറുണ്ട്. സോ അങ്ങനത്തെ പ്രശ്നങ്ങൾ അതിനുണ്ടാകുന്ന ഒരു വലിയൊരു കാര്യമാണ് ഭൂതകാലം. പലപ്പോഴും പലരും ജീവിക്കുന്നത് ഭൂതകാലത്തിലാണ്. ഈതർ ഭൂതകാലത്തിൽ അല്ലെങ്കിൽ ചിലർ ഭാവി കാലത്തിൽ. നമ്മൾ ജീവിക്കേണ്ടത് പ്രസന്റിലാണ്, വർത്തമാന കാലത്തിലാണ് നാം ജീവിക്കേണ്ടത്. ഇവിടെ ഭൂതകാലത്താൽ വേട്ടയാടപ്പെട്ടു. ഇവിടെ ഈ 2.5 ഗോത്രം ചെയ്ത ഈ ഒരു പ്രവർത്തനം, ഒരു വലിയ യാഗപീഠം അവരവിടെ ഉണ്ടാക്കിയതായിട്ട് ഈ 9.5 ഗോത്രം കേട്ടിട്ട് അവർ വളരെയധികം അവർക്ക് എന്ത് ചെയ്യാണ് പ്രശ്നം, അല്ലെങ്കിൽ അവരത് വലിയൊരു പ്രശ്നമായിട്ട് അതിനെ എണ്ണുകയും അത് ലേവ്യ പുസ്തകത്തിൽ അല്ലെങ്കിൽ ലേവ്യ 17-ന്റെ 8 മുതൽ 9 വരെ നമ്മൾ വായിക്കുമ്പോൾ ഈ വിശുദ്ധ മന്ദിരത്തിലുള്ള യാഗപീഠത്തിൽ മാത്രമേ ബലി അർപ്പിക്കാൻ പാടുള്ളൂ, വേറെ ഒരു ബലിപീഠത്തിലും വേറെ ഒരിടത്തും ബലി അർപ്പിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഇവർ വീണ്ടും ഇവിടെ ഒരു യാഗപീഠം പണിയുന്നത് ശരിക്കും നാം പുറത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് വളരെ വലിയൊരു തെറ്റായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അവരവിടെ എന്ത് ചെയ്യാണ്? ഇവരെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നതും അപ്പോൾ എന്ത് ചെയ്യാണ്? അവിടെ ഒരു എൻക്വയറി കമ്മിറ്റിയെ അവിടെ രൂപീകരിക്കുന്നതും ഒക്കെ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു പ്രതിനിധി സംഘത്തെ രൂപീകരിക്കുകയാണ്. അതിൻ്റെ തലവനായിട്ട് ഫിനഹാസിനെ നിയമിക്കുന്നു. ഫിനഹാസിനോടൊപ്പം തന്നെ മറ്റ് 10 ഗോത്രങ്ങൾ, അതായത് 2.5 ഗോത്രം അവിടെയാണ്, മനശ്ശയുടെ പാതി ഗോത്രവും ബാക്കി 9 ഗോത്രങ്ങളും യോർദാന്റെ പടിഞ്ഞാറ് വശത്തുണ്ട്. സോ ആ ഗോത്രങ്ങളിൽ നിന്നും ഓരോ പ്രതിനിധികൾ, അവരുടെ തലവന്മാരെ, ഓരോ ഗോത്രത്തിൻ്റെയും തലവന്മാരെ ഈ എൻക്വയറി കമ്മിറ്റിയിൽ, പ്രതിനിധി സംഘത്തിൽ അവരെന്ത് ചെയ്യാണ്? രൂപീകരിച്ച് അല്ലെങ്കിൽ അവരെ അതിലേക്ക് ആക്കുകയും ഇവരെ എന്ത് ചെയ്യാണ്? ഈ യോർദാൻ കടന്ന് ഇവർ ഈ 2.5 ഗോത്രം താമസിക്കുന്ന സ്ഥലത്ത് വന്ന് അവരോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. യോശുവ 22-ന്റെ 13 മുതൽ 15 വരെയുള്ള ഭാഗം. നമുക്കിതിൽ അവർ 2 ഇൻസിഡൻസ് ഇവിടെ അവരെടുത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിനഹാസിന്റെ ഒരു പ്രസംഗം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ അവർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ പറയുന്നു എന്ന ഔദ്യോഗിക പ്രവചന സൂത്രവാക്യത്തോടെയാണ് പ്രതിനിധി സംഘം ദൈവദൂഷണത്തിൻ്റെയും മത്സരത്തിൻ്റെയും കുറ്റപത്രം ആരംഭിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ദൈവമല്ല ഇവിടെ ഈ വാദങ്ങളൊക്കെ ഉയർത്തുന്നത്. യഹോവയുടെ സഭ മുഴുവനും ഇപ്രകാരം പറയുന്നു എന്ന് യോശുവയുടെ 22-ന്റെ 17 പറയാണ്. അവരെ മാത്രം അങ്ങ് യഹോവയുടെ സഭയെന്നും ഇസ്രായേൽ സമൂഹം എന്നൊക്കെ അവർ തന്നെ സ്വന്തമായിട്ട് അവകാശവാദം ഉന്നയിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതോടൊപ്പം തന്നെ ഈ 2.5 ഗോത്രം ചെയ്തതായ ഈ പ്രവൃത്തിയെ അവരിവിടെ പറഞ്ഞ അതിക്രമം, വഞ്ചന, കലാപം എന്നിവ നടത്തിയതായിട്ടാണ് ഇവരിവിടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾക്ക് അവർ പറയുന്നതായ ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഭൂതകാലത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും അവരെടുത്ത് പറയുന്ന ഉപമ അല്ലെങ്കിൽ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ആഖാന്റെ ചരിത്രം, അല്ലെങ്കിൽ യോശുവയുടെ 7-1 ആഖാൻ ചെയ്ത ശപഥാർപ്പിതം കൈവശമാക്കിയത് കാരണം ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്കും വലിയൊരു പരാജയം നേരിട്ടതിനെയാണ് അവരിവിടെ എടുത്ത് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ സംഖ്യാപുസ്തകം 25 അവിടെ പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ, 25 ബാൽ പെയോർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ ഇസ്രായേൽ ജനം പരസംഗം ചെയ്യുകയും അന്യസ്ത്രീ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിലില്ലാത്ത പരസ്ത്രീകളുമായിട്ട് ബന്ധം ഏർപ്പെടുത്തുന്നതും അത് കാരണം വലിയൊരു ബാധയാൽ ദൈവം അവരെ പീഡിപ്പിച്ചതും ആ ബാധ അവിടെ അവസാനിച്ചത് ഫിനഹാസിന്റെ വളരെ ഒരു ഡയറക്റ്റ് അപ്രോച്ച് കൊണ്ടാണ് അവിടെ ആ ഒരു പീഡ അവിടെ അവസാനിക്കുന്നത്. നമുക്ക് വായിക്കാം. അത് സംഖ്യാപുസ്തകം 25-ന്റെ 7 മുതൽ 8 അവിടെ അത് പറയുന്നത്. അഹരോൻ പുരോഹിതന്റെ മകനായ എലയാസറിന്റെ മകൻ ഫിനഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യേ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തം എടുത്ത് ആ ഇസ്രായേലിന്റെ പിന്നാലെ അന്തപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ പെണ്ണിനെയും ആണിനെയും ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം
വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടു മാറി. ഈ ഒരു ഇൻസിഡൻ്റ് ആണ് ഇവിടെ ഫിനഹാസ് അവിടെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ ഈ വഞ്ചനയ്ക്കും അതിക്രമത്തിനും തുല്യമായ ഒരു പ്രവൃത്തി ഇവിടെ ഈ 2.5 ഗോത്രം ചെയ്തു എന്നുള്ള ഒരു കുറ്റാരോപണമാണ് ഇവിടെ അവർ ഉന്നയിക്കുന്നത്. സോ ഇത് ശരിക്കും അവരുടെ ഒരു കുറ്റം ആയിരുന്നോ, അല്ലെങ്കിൽ എന്താണ്? ആഖാൻ, ബാൽ പെയോർ എന്നിവരുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് വഞ്ചനയ്ക്കും മറ്റൊന്ന് കലാപത്തിനും പേര് കേട്ടിരിക്കുന്നു. അംഗീകൃതമല്ലാത്ത ഒരു യാഗപീഠം നിർമ്മിക്കുന്ന പ്രവൃത്തി വിശ്വാസ ത്യാഗത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും അധാർമികതയിലേക്കും നയിക്കുമെന്ന് അത് ഇസ്രായേൽ ജനതയുടെ മേൽ മുഴുവൻ കർത്താവിൻ്റെ കോപത്തിന് കാരണമാകുമെന്നും അവർ ഭയപ്പെട്ടു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ശരിക്കും അവരുടെ ഈ ഭയത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ, ചിലപ്പോൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ പിന്നീട് ചിലപ്പോൾ ഈ യാഗപീഠം വിഗ്രഹാരാധനയ്ക്ക് കാരണമായോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ഭയം ശരിയായിരുന്നോ എന്ന് നമ്മൾ ശരിക്കും വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്കെല്ലാവർക്കും ഭൂതകാലത്തിൽ നിന്നുള്ള ശുഭകരമല്ലാത്ത അനുഭവങ്ങൾ ധാരാളമുണ്ട്. സോ അത് ഭാവിയിൽ സമാനമായ സംഭവങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിയെ രൂപപ്പെടുത്തും. നമ്മുടെ മുൻകാല ദുരന്തങ്ങൾ ഇന്നത്തെ നമ്മുടെ അയൽക്കാരോടുള്ള പെരുമാറ്റത്തെ നിർണ്ണയിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ദൈവകൃപ നമുക്ക് എങ്ങനെ സഹായിക്കും എന്നാണ് നമ്മോട് ഈ പാഠം ചോദിക്കുന്നത്. നമുക്കത് പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും നമുക്കത് കാണുമ്പോൾ പത്രോസും പൗലോസും തമ്മിൽ ചില തർക്കങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പൗലോസും ബർണബാസും തമ്മിൽ തർക്കങ്ങൾ വരുന്നതായിട്ടും. പക്ഷേ ആ തർക്കങ്ങൾ അവരുടെ ഭാവിയിൽ അവർ തമ്മിൽ ശത്രുതയോ അല്ലെങ്കിൽ ദൈവവേലയിൽ നിന്ന് അവർ വിട്ടുമാറാനോ ഒന്നും ഇടയാക്കിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഭൂതകാലത്ത് നടക്കുന്ന ഒരു സംഭവം ഭാവിയിൽ അത് മോശമായിട്ട് തീരാതെ നന്മയിലേക്ക് ചെന്നെത്തുവാനും സഹായിച്ചിട്ടുണ്ട്. കാരണം പത്രോസ് സർക്കംസിഷൻ അല്ലെങ്കിൽ കൊർണേലിയസിൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് അവരോടൊപ്പം ബൈബിൾ വചനം പഠിപ്പിക്കുകയും അതായത് ഒരു യഹൂദനല്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിച്ച പത്രോസ് വീണ്ടും അത് ചില അവസരത്തിൽ അത് മാറ്റി പറയുന്ന സമയത്ത് പൗലോസുമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടായപ്പോഴും അവർ തമ്മിൽ ആ തർക്കം ഭാവിയെ അതൊരിക്കലും അതെന്ത് ചെയ്തിട്ടില്ല, ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ പൗലോസും ബർണബാസും മാർക്കിനെ കുറിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായി എങ്കിലും പിന്നീട് പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഇവൻ നമുക്ക് വളരെ നമ്മുടെ ജോലിക്ക് വളരെ അനുയോജ്യമായവനാണ് എന്ന് മാർക്കോസിനെ വീണ്ടും പൗലോസ് ചേർത്ത് കൊള്ളുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു കാര്യം കണ്ടിട്ട് കേട്ടിട്ട് പെട്ടെന്ന് ഒരു കൺക്ലൂഷനിൽ എത്തരുത്, ഒരു നിഗമനത്തിൽ എത്തരുത് എന്നാണ് നമ്മളെ ഈ പാഠത്തിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മൾ തീരെ അതെന്ത് ചെയ്യണം, നല്ലവണ്ണം നമ്മളത് പഠിക്കണം, അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ പഠിക്കണം. എന്നിട്ട് മാത്രമേ ഒരു നിഗമനത്തിൽ എത്താവൂ. നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ പാർട്ട്നേഴ്സിന് പറയാനുള്ളത് കേൾക്കാനും അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളത് ചിന്തിച്ച് നോക്കണം. അതായത് നമ്മൾ മറ്റൊരാളുടെ ഷൂവിൽ നിന്നാൽ മാത്രമേ അവരനുഭവിക്കുന്ന വേദനകളും കഷ്ടതകളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പുറത്ത് നിന്നിട്ട് അവരെ എന്ത് ചെയ്യണം, കുറ്റം വിധിക്കാൻ പാടില്ല. അവരനുഭവിക്കുന്ന വേദന അവർക്ക് മാത്രമേ അറിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കുന്നവരായിരിക്കരുത് എന്നാണ് നാം ഈ ഭാഗത്തിലൂടെ പഠിക്കുന്നത്. സോ ഭൂതകാലം നമ്മെ വേട്ടയാടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ മൃദുവായ ഉത്തരം. ശരിക്കും നമ്മളെ പാഠത്തിൻ്റെ ഒരു അന്തസത്തയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മൃദുവായ ഉത്തരം. യോശുവ 22:21 മുതൽ 29 വരെ നമുക്ക് പഠിക്കണം. പിന്നെ സദൃശവാക്യങ്ങൾ 15:1 നമ്മുടെ മനപ്പാഠ വാക്യം നമുക്കിവിടെ കിഴക്കൻ ജനതകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് എന്ത് പാഠം നമുക്ക് പഠിക്കാം? അതായത് ഈ 2.5 ഗോത്രങ്ങൾ എങ്ങനെയാണ് ഈ വലിയൊരു കുറ്റച്ചുമത്തൽ അല്ലെങ്കിൽ കുറ്റം ചുമത്തപ്പെട്ടപ്പോൾ റൂബേൻ, ഗാദ് ഗോത്രങ്ങൾ, മനശ്ശയുടെ പാതി ഗോത്രവും എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ചും ആ റിപ്പോർട്ട്
കൊണ്ടു ചെന്ന ഈ വ്യക്തികൾ അല്ലെങ്കിൽ ഈ ന്യായാധിപ സമിതി അല്ലെങ്കിൽ എൻക്വയറി കമ്മിറ്റി കൊണ്ടുപോയ റിപ്പോർട്ട് കേട്ടപ്പോൾ മറ്റ് 9.5 ഗോത്രം അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അവിടെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇവർ ആ റിപ്പോർട്ട് കേട്ട മാത്രയിൽ തന്നെ ഈ 9.5 ഗോത്രവും വളരെയധികം സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. ശരിക്കും സഹോദരങ്ങളെ കൊല്ലണം അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തണം എന്നതായിരിക്കില്ല അവരുടെയും ഒരു നയം. അതായത് ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവഹിതത്തിന് എന്താണ് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ദൈവഹിതമല്ല അവിടെ നിവർത്തിച്ചതെന്ന് അവർ ചിന്തിച്ചിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് അവർ മുതിർന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സോ ഇവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തിന് നൽകപ്പെടുന്ന ദിവ്യ നാമങ്ങളുടെ ഒരു പരമ്പരയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യോശുവ 22:22 നമ്മൾ വായിക്കുമ്പോൾ പ്രതിരോധത്തിൻ്റെ ആദ്യ വാചകം ഏലോഹിം യാവേ എന്ന് 3 പ്രാവശ്യം അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇസ്രായേലിൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുന്ന സംശയങ്ങളും തെറ്റായ ആരോപണങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള ഗൗരവമേറിയ പ്രതിജ്ഞയായി വർദ്ധിച്ചു വരുന്ന ശക്തിയോടെ ഇത് 2 തവണ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം ഈ സാഹചര്യം അറിയുകയും പൂർണ്ണമായും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് അവർക്ക് ഉറച്ച ബോധ്യമുണ്ട്. സോ ഒപ്പം സന്നിഹിതരായ പ്രതിനിധി സംഘവും അതേ നിഗമനത്തിൽ എത്തുമെന്ന് അത് പ്രതീക്ഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് അവിടെ കാണാം. നമുക്ക് വായിക്കുമ്പോൾ 22:23 വായിക്കുമ്പോൾ അവരെങ്ങനെയാണ് മാതൃകാപരമായി അതിന് മറുപടി നൽകിയത് എന്ന് നമുക്ക് കാണാം. യഹോവയെ വിട്ടു മാറേണ്ടതിന് ഞങ്ങളൊരു യാഗപീഠം പണിതു എങ്കിൽ അല്ല, അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിപ്പാനോ സമാധാനയാഗങ്ങൾ കഴിപ്പാനോ ആകുന്നു എങ്കിൽ യഹോവ തന്നെ ചോദിച്ചു കൊള്ളട്ടെ. ശരിക്കും അവരുടെ ഉദ്ദേശം ആ യാഗപീഠം പണിതത് കൊണ്ട് അവരൊരു റെപ്ലിക്ക ആയിട്ടാണ്, ഒരു ഓർമ്മയ്ക്കായിട്ടാണ്. കാരണം യോർദാൻ കടന്നു ചെന്നപ്പോൾ യോശുവ അവിടെ എന്ത് ചെയ്യാണ്, ഓർമ്മയ്ക്കായിട്ട് 12 കല്ലുകൾ അവിടെ സ്ഥാപിക്കുന്നു ഗിൽഗാലിൽ. തിരിച്ച് എന്ത് ചെയ്യാണ്, ഈ 2.5 ഗോത്രം തിരിച്ച് മടങ്ങി യോർദാൻ കടന്നു വരുമ്പോൾ വീണ്ടും അവിടെ ഒരു കല്ല് അല്ലെങ്കിൽ കല്ലുകൊണ്ട് ഒരു യാഗപീഠം സ്ഥാപിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഓരോ സ്മാരകങ്ങൾ അവിടെ നിർമ്മിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം. ഈ സ്മാരകം ശരിക്കും പറഞ്ഞാൽ അത് യാഗം അർപ്പിക്കാനായിട്ടായിരുന്നില്ല, ഇത് നിങ്ങൾക്കും ഞങ്ങൾക്കും നടുവേ ഒരു സ്മാരകം, ഒരു ഓർമ്മ. കാരണം ഭാവിയിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ എഴുന്നേറ്റ് എന്ത് പറയും, നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിൽ ഒരു എന്താണ്, നമുക്ക് 23 വായിക്കാം. യഹോവയെ വിട്ട് മാറേണ്ടതിന് ഞങ്ങൾ ഒരു യാഗപീഠം പണിതു എങ്കിൽ അല്ല, അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിപ്പാനോ സമാധാനയാഗങ്ങൾ കഴിപ്പാനോ ആകുന്നു എങ്കിൽ യഹോവ തന്നെ ചോദിച്ചു കൊള്ളട്ടെ. പക്ഷേ അതായിരുന്നില്ല അവരുടെ ഉദ്ദേശം. പിന്നെന്തായിരുന്നു, നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുമായി നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളൂ, ഞങ്ങളുടെയും രൂബേന്യരുടെയും ഗാദ്യരുമായ നിങ്ങളുടെയും മധ്യേ യഹോവ യോർദാനെ അതിരാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾക്ക് യഹോവയെ ഭയപ്പെടാതിരിപ്പാൻ സംഗതി വരുത്തും എന്നുള്ള ശങ്ക കൊണ്ടല്ലോ ഞങ്ങൾ ഇത് ചെയ്തത്. അതുകൊണ്ട് നാം ഒരു യാഗപീഠം പണിയുക എന്ന് ഞങ്ങൾ പറഞ്ഞു, ഹോമയാഗത്തിനല്ല ഹനനയാഗത്തിനുമല്ല എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ ജനം വളരെ ഭംഗിയായി അല്ലെങ്കിൽ വളരെ മാതൃകാപരമായി മൃദുവായൊരു ഉത്തരം എന്ത് ചെയ്യാണ്, നമ്മൾ മനപ്പാഠവാക്യത്തിൽ വായിച്ചതുപോലെ മൃദുവായ ഉത്തരം എന്ത് ചെയ്യാണ്, ഇവിടെ ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. അതേസമയം അവരുടെ വായിൽ നിന്നും ഒരു കഠിന വാക്ക് വന്നിരുന്നുവെങ്കിൽ അവിടെ വലിയൊരു യുദ്ധത്തിന് ഇടയായി തീരുമായിരുന്നു. പക്ഷേ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു യുദ്ധത്തെ തടയുവാൻ മൃദുവായ വാക്കുകൾക്ക് സാധിച്ചു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. 27 ഞങ്ങൾ യഹോവയുടെ സന്നിധാനത്തിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങളാലും ഹനനയാഗങ്ങളാലും സമാധാനയാഗങ്ങളാലും അവൻ്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും നിങ്ങളുടെ മക്കൾ നാളെ ഞങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങൾക്കും നിങ്ങൾക്കും നമ്മുടെ ശേഷം നമ്മുടെ സന്തതികൾക്കും മധ്യേ ഒരു സാക്ഷിയായി തീരേണ്ടതിനും അത്രേ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്, നാളെ അവർ നമ്മോടോ നമ്മുടെ സന്തതികളോടോ അങ്ങനെ പറയുമ്പോൾ ഹോമയാഗത്തിനല്ല ഹനനയാഗത്തിനുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവയുടെ യാഗപീഠത്തിൻ്റെ പ്രതിരൂപം കാൺമിൻ എന്ന് മറുപടി പറവാനിടയാകും. ഞങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയുടെ തിരുനിവാസത്തിൻ്റെ മുമ്പാകെയുള്ള അവൻ്റെ യാഗപീഠം ഒഴികെ ഹോമയാഗത്തിനോ ഭോജനയാഗത്തിനോ ഹനനയാഗത്തിനോ വേറൊരു യാഗപീഠം ഉണ്ടാക്കിയിട്ട് യഹോവയോട് മത്സരിക്കുകയും ഇന്ന് യഹോവയെ
വിട്ട് മാറുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ എന്നാണ് ഈ 2.5 ഗോത്രം ഈ ന്യായാധിപ സംഘത്തോട് വളരെ ലളിതമായിട്ട് വളരെ മൃദുവായ ഉത്തരത്തിൽ അവരോട് മറുപടി പറയുകയും അതെന്ത് ചെയ്യാണ്, വലിയൊരു യുദ്ധത്തിന്, വലിയൊരു തർക്കത്തിന്, വലിയൊരു പിരിമുറുക്കത്തിന് അവിടെ ഒരു സമാപ്തി വരുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും ഈ മൃദുവായ ഉത്തരത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. നമ്മളിനി അടുത്ത പാഠം പഠിക്കുമ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് പരിഹാര മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പരിഹാര മാർഗത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഈ മൃദുവായ ഉത്തരം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു തർക്കങ്ങൾക്കും അല്ലെങ്കിൽ ഒരു ആരോപണങ്ങൾക്കും ഒക്കെ എങ്ങനെയാണ് വിരാമമിടേണ്ടത്, കുടുംബങ്ങളിൽ സംഭവിക്കുന്ന വഴക്കുകളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തുടർന്ന് പഠിക്കും. അതോടൊപ്പം ഈ ജനം തിരിച്ചു പോയി അവർക്ക് എന്താണ് 22:33 നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി, അവർ ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്യണം, അപ്പോൾ ഒരു യുദ്ധത്തിന് ആഗ്രഹിച്ചിരുന്നില്ല, സഹോദരന്മാരുമായിട്ട് വലിയൊരു യുദ്ധം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഒരു തെറ്റ് കണ്ടപ്പോൾ അതെന്ത് ചെയ്യാണ്, അവരവിടെ അതിനെക്കുറിച്ച് ചോദിച്ച് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പരാമർശിച്ച് അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, അത് കൂടുതലായിട്ട് അത് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കയില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ഇവരിങ്ങനെ ഒരു പരിശ്രമം നടത്തിയതായിട്ട് നമുക്ക് കാണാം. സോ ഈ ഒരു ഉത്തരം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യാണ്, സന്തോഷിക്കുകയാണ്, അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. രൂബേന്യരും ഗാദ്യരും പാർത്ത ദേശം നശിപ്പിക്കേണ്ടതിന് അവരോട് യുദ്ധത്തിന് പുറപ്പെടുന്നതിനെ കുറിച്ച് പിന്നെ മിണ്ടിയതേയില്ല. രൂബേന്യരും ഗാദ്യരും യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യേ സാക്ഷി എന്ന് പറഞ്ഞ് ആ യാഗപീഠത്തിന് ഏത് എന്ന് പേരിട്ടതായിട്ട് നമുക്ക് അവിടെ കാണാം. വലിയൊരു അനുരഞ്ജനത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു സംവാദം അല്ലെങ്കിൽ ഈ സംസാരം ഇടയാക്കി ഇസ്രായേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി തീർന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഇടയായത് നമുക്ക് കാണാം. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടപ്പോൾ ഫിനഹാസും ഇസ്രായേലിലെ പ്രതിനിധി സംഘത്തിനും ആശ്വാസമായി, അവർക്കും ആശ്വാസമായി, ആ ജനത്തിനും ആശ്വാസമായിട്ട് നമുക്ക് കാണാം. സോ നമ്മുടെ ചിന്തകൾ നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ എന്ത് ചെയ്യരുത്, എടുത്ത് ചാടരുത് എന്നുള്ളൊരു തത്വമാണ് നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ തർക്ക പരിഹാരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തർക്ക പരിഹാരങ്ങൾ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതും കുറച്ച് എക്സ്ട്രാ ബോണസ് പോയിന്റ്സ് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു, അതും നമുക്ക് നോക്കാം. ഇവിടെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഇല്ലസ്ട്രേഷൻ പറയാൻ ആഗ്രഹിക്കും. 2 സുഹൃത്തുക്കൾ ഒരു യാത്രയിലാണ്. അവർ യാത്രയിലായിരുന്നപ്പോൾ എന്തോ തർക്കം അവർ തമ്മിൽ ഉണ്ടായിട്ട് ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിനെ ഒന്ന് അടിച്ചു, കവിളത്തടിച്ചു. അപ്പോൾ ആ സുഹൃത്ത് എന്ത് ചെയ്തെന്നറിയാവോ, ഉടൻ തന്നെ മണലിൽ വിരലുകൊണ്ട് അദ്ദേഹം എഴുതി, ഇവിടെ വച്ച് എൻ്റെ സുഹൃത്ത് എന്നെ അടിച്ചു എന്നവിടെ എഴുതി. അവർ വീണ്ടും യാത്രയിലായി. അവർ പെട്ടെന്നൊരു ജലാശയത്തിലെത്തി. ആ ജലാശയം കടന്നു വേണം അവരക്കരയ്ക്ക് കടക്കാനായിട്ട്. അപ്പോൾ ഈ സുഹൃത്ത്, അടി വാങ്ങിയ സുഹൃത്ത് ശരിക്കും വെള്ളത്തിൽ താണു പോവാൻ ഇടയായപ്പോൾ മറ്റേ സുഹൃത്ത് കൈ കൊടുത്ത് രക്ഷിച്ചതും ആ ജലാശയം കടന്നു വന്ന ആ കരയിൽ ഒരു പാറയിൽ എന്ത് ചെയ്യാണ്, ഉളി, തൻ്റെ സഞ്ചിയിൽ നിന്നും ഉളിയെടുത്ത് ആ സുഹൃത്ത് എഴുതുകയാണ്, ഇവിടെ വച്ച് എൻ്റെ സുഹൃത്ത് എന്നെ രക്ഷിച്ചു എന്ന്. അപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഞാൻ അടിച്ചപ്പോൾ മണലിലും ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ പാറയിലും എഴുതിയത് എന്ന് ആ സുഹൃത്ത് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന തെറ്റായ അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഓർക്കാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, മണലത്തെഴുതുക. അത് കാറ്റടിക്കുമ്പോൾ അതങ്ങ് മാഞ്ഞു പോകും, പറന്നു പോകും. അതേസമയം മറ്റൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും പാറയിൽ ഉളി കൊണ്ട് എഴുതി വെക്കുക, അതൊരിക്കലും മാഞ്ഞു പോകുകയില്ല എന്ന് ആ സുഹൃത്ത് മറുപടി പറയുന്നതായിട്ട്. അതായത് ഒരു കാറ്റിനും അത് മായ്ച്ചു കളയാൻ സാധിക്കാത്തവണ്ണം അതെപ്പോഴും നിലനിൽക്കും എന്ന് ആ സുഹൃത്ത് പറയുകയുണ്ടായി. സോ അതുപോലെയാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ. വളരെ സെൻസിറ്റീവാണ്, വളരെ സെൻസിറ്റീവ്. ഒരു പളുങ്ക് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കണ്ണാടി ചില്ല് കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് നമ്മുടെ കുടുംബങ്ങൾ. വളരെ ഈസി ആയിട്ട് ചെറിയൊരു തർക്കം മതി, ചെറിയൊരു കഠിനമായ ഒരു ഉത്തരം കൊണ്ട് ആ ചില്ല് കൊട്ടാരം കംപ്ലീറ്റ് ആയിട്ട് തകർന്നു വീഴുവാൻ ഇടയായി തീരും. ഇവിടെ കുറച്ച് വചനങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്.
1 പത്രോസ് 3:8-9, 1 പത്രോസ് 3:8-9 ഇവിടെ പറഞ്ഞു, തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിപ്പിൻ. എങ്ങനെ നമ്മൾ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സഹോദരപ്രീതിയും സഹതാപവും ഐക്യമത്യവും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഒരേ നാവിൽ, യാക്കോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ, ഒരേ നാവിൽ നിന്നും ശാപവും അനുഗ്രഹവും വരാൻ പാടില്ല. അനുഗ്രഹമാണെങ്കിൽ അനുഗ്രഹം മാത്രമേ. ശാപം എന്ന് പറയുന്നത് നമ്മുടെ നാവിലൂടെ വരാനായിട്ട് പാടില്ല. നമ്മൾ ആരെയും ശപിക്കാനോ കുറ്റം വിധിക്കാനോ തർക്കിക്കാനോ നമ്മൾ പാടില്ല. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ എന്ന് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നു. നമുക്ക് സങ്കീർത്തന പുസ്തകം 133:3 നമ്മൾ വായിക്കുമ്പോൾ അറിയാം അല്ലെ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അങ്ങനെ സഹോദരന്മാർ ഒത്തു വസിക്കുന്നതിനെ കുറിച്ച് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇന്ന് ലാസ്റ്റായിട്ട് യോഹന്നാന്റെ പുസ്തകത്തിൽ 17:20 മുതൽ 23 വരെ നമുക്ക് വായിക്കുമ്പോൾ 20, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ എന്ന് ഇവിടെ പറയുന്നു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. അപ്പൊ ദൈവം എങ്ങനെയാണ്, പുത്രൻ എങ്ങനെയാണോ പിതാവിലായിരിക്കുന്നത്, പിതാവ് എങ്ങനെയാണോ പുത്രനിലായിരിക്കുന്നത്, അതുപോലെ നാം ഓരോരുത്തരും ആയിത്തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലെ. എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിൽ ആകേണ്ടതിന് തന്നെ. അങ്ങനെ തമ്മിൽ നിങ്ങൾ ഇന്നു മുതൽ 2 1 അത്രേ എന്ന് പറഞ്ഞ് പ്രോമിസൊക്കെ ചെയ്ത് അതെ 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 എന്നൊക്കെ നമ്മൾ തലയാട്ടി കാണിച്ചിട്ട് ഇപ്പോൾ കുടുംബങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2 കൂടെ കുഴപ്പമില്ല, ഇപ്പോൾ 2 അല്ല എത്രയാണെന്ന് പോലും അറിയത്തില്ല. അത്രത്തോളം ഭിന്നതകളാണ് കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭിന്നതയോടെ വേറെ വേറെ അല്ല, ഒന്നായിട്ടിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചില പരിഹാര മാർഗങ്ങൾ ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്തകൾ എന്ത് ചെയ്യണം? ആശയവിനിമയം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊരു തർക്കം പ്രശ്നം ഉണ്ടായാലും അതേക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ചോദിക്കണം, സംസാരിക്കണം. അതിനായിട്ട് നമ്മൾ സമയം ചെലവിടേണ്ടത് അത്യാവശ്യമാണ്. ഹാവ് എ ഇയർ ടു ലിസൺ. ശരിക്കും മറ്റൊരു വ്യക്തിക്ക് പറയാനുള്ളത് കേൾക്കുവാനുള്ള ക്ഷമ നമുക്കുണ്ടാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചെവി ചായ്ച്ച് കൊടുത്ത് കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ചിന്തകൾ ആശയവിനിമയം ചെയ്യുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതിൻ്റെ വലിയൊരു ആവശ്യകത നമുക്ക് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ ഇടയായി തീർന്നു. ഒരു അവസരം, മറ്റൊരാളിന് പറയാൻ എന്തുണ്ട് അത് കേൾക്കാൻ, നമുക്ക് ഒരു സമാധാനത്തോടെ കേൾക്കാൻ ഒരു അവസരം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. 2-ാമത്, എടുത്തുചാടി നിഗമനങ്ങളിൽ എത്തരുത്. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഒന്ന് കേട്ടത് പാതി കേൾക്കാത്ത പാതി നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു നിഗമനത്തിൽ എത്തുവാനായിട്ട് പാടില്ല. 3-ാമതായിട്ട്, പ്രവർത്തിക്കുന്നതിന് മുമ്പ് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു ഒരു കൺക്ലൂഷനിലെത്തി നമ്മൾ അതിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ച് തീരെ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിച്ച് അതെന്താണെന്ന് ശരിയായിട്ട് മനസ്സിലാക്കി ആരുടെ മേലാണ് തെറ്റ് ശരി എന്നൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ട് മാത്രമേ നമ്മളൊരു അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ അതിനൊരു തീരുമാനത്തിലേക്ക് എത്താൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഐക്യം കൈവരിക്കാൻ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകുക. ചിലപ്പോൾ എൻ്റെ ഒരു പ്രൊഫസർ ഇങ്ങനെ പറയാനുണ്ടായി, മത്സരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആൾക്കാരുമായിട്ട് മത്സരിക്കുമ്പോൾ തോൽക്കാൻ പഠിക്കണം. അതാണ് യഥാർത്ഥ വിജയം. തോൽക്കുന്നതാണ് യഥാർത്ഥ വിജയം. ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരിക്കുമ്പോൾ തോറ്റു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം.
അതിൻ്റെ ഒടുവിൽ വളരെ സന്തോഷമുണ്ടാകും. ആ വ്യക്തിക്ക് അത് വളരെയധികം വിഷമമുണ്ടാകും. അയ്യോ, ഞാൻ തോറ്റു കൊടുത്തില്ല, അവൾ എനിക്ക് വേണ്ടി തോറ്റു തന്നു. അത് വലിയൊരു മാറ്റത്തിന് ഇടയാകും. പക്ഷെ മറ്റൊരു മത്സരത്തിൻ്റെ ഫീൽഡിലാണെങ്കിൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ജയിക്കണം. പക്ഷേ നമ്മുടെ സ്വന്തം രക്തത്തോട് നമ്മൾ, അല്ലെങ്കിൽ സ്വന്തം ജനത്തോട് നമ്മൾ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും തോൽക്കാനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ ഒരു സഹനശക്തി ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു തർക്കങ്ങളിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, അല്ലേ? ഞാൻ എന്ത് ചെയ്യും, ഞാനല്ല തെറ്റ് ചെയ്ത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും താണു പോകില്ല എന്ന് നമ്മൾ കരുതരുത്. നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു തർക്കം അവസാനിപ്പിക്കാൻ എൻ്റെ സ്റ്റെപ്പായിരിക്കട്ടെ ആദ്യത്തേത്. അടുത്തതായിട്ട് ഐക്യം, ആരോപണങ്ങൾക്ക് മാന്യമായ മറുപടി നൽകുക. ഇനി ആര് ആരോപണം പറഞ്ഞാലും കുറ്റം വിധിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? മാന്യമായിട്ട് അവർക്ക് മറുപടി കൊടുക്കണം. ശരിക്കും അബ്രഹാം ലിങ്കന്റെ കാര്യം പറഞ്ഞ പോലെ അബ്രഹാം ലിങ്കൻ ഇതുപോലുള്ള നിരവധി ലെറ്റേഴ്സ് തൻ്റെ ക്രിട്ടിക്സിന്, ആരോപണം ഉയർത്തി വന്ന അറിയാം, നമുക്ക് എല്ലാത്തിലും ക്രിട്ടിക്സ് ഉണ്ട്, അല്ലേ? നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ക്രിട്ടിക്സ് എന്ന് പറയുന്നത്, ലിംഗ്വിസ്റ്റിക് ക്രിട്ടിക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാഖയാണ്. എപ്പോഴും ക്രിട്ടിക്സ് നല്ലതാണ്. എനിക്കറിയാം, പ്രത്യേകിച്ച് പാസ്റ്റർമാർക്ക്, ഭാര്യമാർ ഏറ്റവും നല്ലൊരു ക്രിട്ടിക് ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർ വളരണമെങ്കിൽ നമുക്കൊരു ക്രിട്ടിക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വളരും? അപ്പം നമ്മൾ ചെയ്യുന്ന പാകപ്പിഴകളെ എടുത്തു കാണിക്കുവാൻ ഒരാളുള്ളത് വളരെ നല്ലതാണ്. പക്ഷെ അത് അംഗീകരിക്കാനുള്ള മനസ്സും അത് ആ തെറ്റ് മാറ്റാൻ നമുക്കൊരു മനസ്സുണ്ടാകണം. സോ ആരോപണങ്ങൾക്ക് മാന്യമായ മറുപടി നൽകണം. അടുത്തതായിട്ട് അവസാനം, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറക്കരുത്. ഈ ജനം എങ്ങനെയാണ് ആ റിപ്പോർട്ട് കേട്ടപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഇവർ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ചതുപോലെ നാമും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമ്മൾ മറക്കരുത്. ഇനി ചില ബോണസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ഇങ്ങനെ തർക്കങ്ങൾ, ദേഷ്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് ടേക്ക് എ ഹോട്ട് ഷവർ. ഒരു നല്ലൊരു, അല്ലെങ്കിൽ ഹോട്ടോ കോൾഡോ ഒരു ഷവർ എടുക്കുന്നത് വളരെ നല്ലതാണ്. ആ ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതും വളരെ ഉചിതമാണ്. ദേഷ്യത്തോടെ എടുക്കുന്ന ഒരു തീരുമാനവും നമുക്ക് നന്മയിൽ കലാശിക്കയില്ല. സോ അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുക, ദീർഘശ്വാസം എടുക്കുക, കൈകാലുകൾ മുറുക്കി വെക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. വളരെ റിലാക്സ് ആയിട്ട് നല്ല ദീർഘശ്വാസം എടുത്ത് മസിൽസൊക്കെ റിലാക്സ് ചെയ്യണം. വേറൊരു ഫലപ്രദമായൊരു മാർഗം എന്ന് പറയുന്നത് ഹാവ് എ സോങ്. ഞാൻ പലപ്പോഴും ഉപദേശിക്കുന്നൊരു കാര്യമാണ്, ഞാനും അത് ഉപയോഗിക്കുന്നുണ്ട് ആ മെത്തഡ്. ഒരു പാട്ട് മനസ്സിലെപ്പോഴും സൂക്ഷിക്കുക. മറ്റൊരു വ്യക്തി ഇങ്ങനെ നിരന്തരം നമ്മളെ ദേഷ്യപ്പെടുത്താൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? അവർ പറയാനുള്ളത് കേൾക്കണം, മനസ്സുണ്ടാവണം, കാത് കൊടുക്കണം, എല്ലാമാണ്. പക്ഷേ നമ്മൾ മറുപടി പറയുന്നതിന് മുൻപ് നമ്മുടെ സമാധാനം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിനായിട്ട് ഒരു വലിയൊരു ഫലപ്രദമായ മെത്തഡ് എന്ന് പറയുന്ന ഒരു പാട്ട്. മനസ്സിൽ ദേഷ്യം വരുമ്പോഴൊക്കെ ഒരു പാട്ട് ഇങ്ങനെ ഹം ചെയ്യുന്നതോ, അത് പുറത്ത് പാടിയാൽ ചിലപ്പോൾ പ്രശ്നമാവും. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പാട്ട് പാടിയാൽ അവരെ കളിയാക്കുന്നത് പോലെ തോന്നും. പക്ഷെ മനസ്സിൽ നമ്മുടെ സമാധാനത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പാട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ മനസ്സിൽ പാടുന്നത് വളരെ നല്ലതാണ്. ചിലപ്പോൾ ചില ബൈബിൾ പോർഷൻസ് നമ്മളിങ്ങനെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ, മൃദുവായ ഒരു ഉത്തരം പറയാനായിട്ട് നമ്മളെ അത് സഹായിക്കും. ഞാൻ പറഞ്ഞ പോലെ ദേഷ്യം കാണിക്കുന്നത് വളരെ എളുപ്പമാണ്, പക്ഷെ ദേഷ്യത്തെ അടക്കി മൃദുവായ ഒരു ഉത്തരം പറയുന്നത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ക്ഷമിക്കാൻ മഹാന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് തത്വം. അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ബോക്സ് എന്ന് പറയും. അതായത് നമ്മളൊരു ബോക്സ്, വീട്ടിലൊരു ബോക്സ് സൂക്ഷിക്കുക. ആ ബോക്സിനകത്ത് കളർ പേപ്പേഴ്സ്, പലതരത്തിലുള്ള സ്റ്റിക്ക് ഓൺ നമുക്ക് കിട്ടും. അപ്പോൾ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കളർ ഉപയോഗിക്കുക, കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രത്യേകം കളർ ഉപയോഗിച്ച് അവർ ചെയ്യുന്ന ഓരോ നന്മകളെയും നമ്മൾ അതിനകത്ത് എഴുതി ആ ബോക്സിൽ സൂക്ഷിക്കണം. ഇപ്പോൾ ഭർത്താവിനോട് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ ആ കളറിലുള്ള പേപ്പേഴ്സ് നമുക്ക് പ്രത്യേകിച്ച് അതെടുത്ത് വായിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതെടുത്ത് വായിക്കുമ്പോൾ ഭർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത നന്മ, ഭാര്യ എനിക്ക് വേണ്ടി ചെയ്ത നന്മകൾ, അവൾ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് അവരോടുള്ള ദേഷ്യം കുറയാനിടയാകും. ഹോട്ട് ലെറ്റർ ടെക്നിക്ക്, അതും നമുക്ക് നന്നായിട്ട് എന്തൊക്കെ ദേഷ്യമുണ്ട് എല്ലാം എഴുതുക. എഴുതിയിട്ട് അത് കത്തിച്ച് കളയുക.
അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, നശിപ്പിച്ച് കളയുക. അതോടൊപ്പം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഭാരമൊക്കെ മാറും. പക്ഷെ അതേസമയം നമ്മൾ ഇതെല്ലാം കൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മളത് പുറപ്പെടുവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു തർക്കത്തിനൊരു പരിഹാരം ഉണ്ടാകത്തുമില്ല. നിരന്തരമായിട്ട് നമ്മൾ പിരിയേണ്ട ഒരു അവസ്ഥയിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിക്കും. സോ നമുക്ക് ക്ഷമിക്കാൻ പറ്റിയ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. എന്ത് ചെയ്യണം, നല്ല ഉത്തരവാദിത്ത ബോധമുള്ള ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യനെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെയാണ് ദൈവത്തിൻ്റെ സഭയ്ക്ക് ആവശ്യം. സഭയിൽ നടക്കുന്ന പ്രശ്നമാകട്ടെ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പ്രശ്നമാകട്ടെ, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനപ്പോൾ തന്നെ പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കണം. ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അത് നമ്മൾ വർഷം കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കുക. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, സംസാരങ്ങൾ, സഭയിൽ വെച്ചിട്ടുള്ള, കുടുംബങ്ങളിൽ വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ വളരെയധികം പക്വതയോടെ മാതൃകാപരമായിട്ട് തന്നെ നമ്മൾ നേരിടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഐക്യതയുടെയും വിശ്വസ്തതയുടെയും സമർപ്പണത്തിൻ്റെയും വലിയൊരു പാഠമാണ് നമ്മൾ ഈ 2.5 ഗോത്രം 9.5 ഗോത്രവും തമ്മിലുള്ള തർക്കത്തിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ അന്യോന്യം കേൾക്കാനും അന്യോന്യം പ്രാർത്ഥിക്കാനും, ഇവർ അവരുടെ ജീവൻ പണയം വെച്ചിട്ടല്ലേ ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. സ്വന്തം മക്കളെയും ഭാര്യമാരെയും ഒക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇവർക്ക് വേണ്ടി അവർ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. 6-7 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തിരികെ പോകുന്നത്. അത്രയും വർഷം അന്യദേശത്ത് പുതിയൊരു സ്ഥലത്ത് അവരെങ്ങനെ ജീവിച്ചു കാണും എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. സോ അത്രമാത്രം നമ്മൾ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുവാൻ എപ്പോഴും സജ്ജരായിരിക്കണം. സഹോദരങ്ങളെ സ്നേഹിക്കാനാണ് ദൈവം പറഞ്ഞത്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ദേഷ്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, മൃദുവായ ഒരു ഉത്തരം, ഈ കഠിനമായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. മൃദുവായ ഉത്തരം കൊണ്ട് എന്ത് ചെയ്യാം, ആ ഒരു തർക്കത്തെ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു എലൻ വൈറ്റിൻ്റെ ഒരു കോട്ട് നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. ഗാദിൻ്റെയും രൂപൻ്റെയും മക്കൾ ഇപ്പോൾ അവരുടെ യാഗപീഠത്തിന്മേൽ അത് സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം സൂചിപ്പിക്കുന്ന ഒരു ലിഖിതം സ്ഥാപിച്ചു. അവർ പറഞ്ഞു, യഹോവ ദൈവമാണെന്നതിന് അത് നമുക്കിടയിൽ ഒരു സാക്ഷിയായിരിക്കട്ടെ. അങ്ങനെ ഭാവിയിൽ തെറ്റിദ്ധാരണ തടയാനും പ്രലോഭനത്തിന് കാരണമായേക്കാവുന്നത് ഇല്ലാതാക്കാനും ശ്രമിച്ചു. ഏറ്റവും മൂല്യവത്തായ ഉദ്ദേശങ്ങളാൽ പ്രചോദിതമായവരിൽ പോലും ഒരു ലളിതമായ തെറ്റിദ്ധാരണയിൽ നിന്ന് എത്ര ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. മര്യാദയും ക്ഷമയും ഉപയോഗിക്കാതെ എത്ര ഗുരുതരവും മാരകവുമായ ഫലങ്ങൾ ഉണ്ടായേക്കാം. ശാസനയും നിന്ദയും വഴി ആരും ഒരിക്കലും തെറ്റായ സ്ഥാനത്ത് നിന്ന് മനം തിരിഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ പലരും ശരിയായ പാതയിൽ നിന്ന് കൂടുതൽ പുറത്താക്കപ്പെടുകയും ബോധ്യത്തിനെതിരെ അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെയ്യുന്നു. ദയയുടെ ആത്മാവ്, മര്യാദയുള്ള ക്ഷമാശീലമുള്ള പെരുമാറ്റം തെറ്റു ചെയ്യുന്നവരെ രക്ഷിക്കുകയും നിരവധി പാപങ്ങൾ മറയ്ക്കുകയും ചെയ്തേക്കാം. സോ നാം അന്യോന്യം ക്ഷമിക്കാനും അന്യോന്യം പൊറുക്കാനും നാം പഠിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന പാഠമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ പ്രതിബിംബങ്ങളായിട്ട് ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാമും അന്യോന്യം സ്നേഹിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ ഒരു ഐക്യതയോടെ നമ്മളായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭാഗത്തിൽ നിന്നും ഞാൻ വിരമിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളധികം വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ, വഴി നടത്തണം. ഞങ്ങൾ അന്യോന്യം സ്നേഹിച്ചുകൊണ്ടും അന്യോന്യം പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളുടെ ഭാരങ്ങളെ അനുദിനം നാം ചുമക്കുന്നവരായി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കാൻ അടിയങ്ങളെ അങ്ങ് സഹായിക്കണമേ. തർക്കങ്ങളിൽ, ദേഷ്യങ്ങളിലൊക്കെയും അപ്പാ ഞങ്ങൾ മാതൃകാപരമായിട്ട് അവയൊക്കെയും ഇടപെടുവാൻ, അതിന് നല്ല പരിഹാരങ്ങളെ കണ്ടെത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.